എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സംഭവം ഉണ്ടായതിനു ശേഷം കേരളത്തിന്റെ മന്ത്രിസഭാംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ചിഞ്ചു റാണി എറണാകുളത്ത് നടത്തിയ പ്രതികരണം എന്തായിരുന്നു? എം വി ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. പ്രതിഷേധ സമരം നടത്തുന്നു പറയുന്നത് അനാവശ്യമാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത് എന്നും പരിഹാസത്തോടും പുച്ഛത്തോടും കൂടിയായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സമരം ചെയ്യുന്നവരെ കുറിച്ച് കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. അപ്പൊ ഈ കാര്യത്തിൽ മാനേജ്മെന്റിനും ഗവൺമെന്റിനും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലെന്നും ഇങ്ങനെ അപകടാവസ്ഥയിലാണ് എന്ന് അറിയാനുള്ള സാധ്യത വളരെ പരിമിതമാണെന്നും അതുകൊണ്ട് ആരുടെയും ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി തന്നെ പരസ്യമായി പൊതുയോഗത്തിൽ പ്രതികരിക്കുകയും അതിനുശേഷം ഈ കാര്യങ്ങളിലൊക്കെ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സാധാരണ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ? അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുക, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു വിഷയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊന്നും കേരളത്തിൽ പുതുമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വർഗ ബഹുജന സംഘടനകളും. അവരാണിന്ന് പ്രതിഷേധ സമരങ്ങളെയും ജനകീയ പ്രതിഷേധങ്ങളെയും ഒക്കെ പരമപുച്ഛത്തോടുകൂടി അവഗണിക്കുകയും പരിഹാസ രൂപത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോ അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി പറഞ്ഞത് എന്താണ്? അതിന് മുമ്പ് നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി പറഞ്ഞത് എന്താണ്? നമ്മൾ സഹിച്ചേ പറ്റും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെച്ചപ്പോ അത് സിസ്റ്റത്തിന്റെ ഫെയിലൂറാണ്, കോർഡിനേഷന്റെ അഭാവമാണ്. അപ്പൊ ആരാണ് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത്? ആരാണ് ഈ കോർഡിനേഷൻ നടത്തേണ്ടത്? ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ക്യാബിനറ്റ് ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെയും ഗവൺമെന്റിന്റെ ടോട്ടൽ ഫെയിലൂറാണ്. പിന്നെ 2016 എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലേക്ക് വന്നത്, തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഭരണത്തിലേക്ക് വന്നത്. 9 വർഷം കഴിഞ്ഞപ്പം ഒന്നും ശരിയായില്ല എന്നുള്ളത് മാത്രമല്ല, ശരിയായിട്ടുണ്ടായിരുന്നതിനെയും എല്ലാത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആരോഗ്യവകുപ്പ് കള്ളങ്ങളുടെ മാസ്ക് ഇട്ടുകൊണ്ട് വെന്റിലേറ്ററിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ബഡ്ജറ്റിന്റെ 8% ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനം 4% മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. എന്നിട്ട് കള്ളങ്ങളും തള്ളുകളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്ത വകുപ്പ് എടുത്തു നോക്കാം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പിള്ളേര് കോടതിയുടെ തിണ്ണ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പം സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ട്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പം പിള്ളേരോട് കോടതി പോയിക്കോളാൻ പറയാം. എന്നിട്ട് പിള്ളേർ കോടതി തിണ്ണ നിരങ്ങിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ പലരും ലൗഡ് സ്പീക്കറിൽ മണിമുറ്റത്ത് ആവണി പന്തൽ വിട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. ഇനി വൈദ്യുതി വകുപ്പ്. ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ് മന്ത്രി പറയുന്നത് വാഴയുടെ ഉയരം എത്രയാണ്, 18 അടിയാണോ 8 അടിയാണോ എന്നുള്ളതിനെ കുറിച്ച്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ വൈദ്യുതി വകുപ്പിന് വാഴയുടെ ഈ ഉയരത്തിനെ കുറിച്ചാണ് തർക്കം വരുന്നതും അതിനെക്കുറിച്ചാണ് സംസാരം. പിന്നെ അറിയാം, വൈദ്യുതി വകുപ്പിന്റെ ആസ്തി എന്ന് പറയുന്നത് വട്ടപൂജ്യമായി അതിന് താഴോട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരിക്കുക. നെഗറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ബാധ്യത. ആ ബാധ്യത എത്ര വരുത്തി വെച്ചിരിക്കുന്ന ഈ 9 കൊല്ലം കൊണ്ട് എല്ലാം ശരിയാക്കാൻ വന്ന സർക്കാർ 33,000 കോടി. എന്നെ സംശയിക്കരുത്. ഇതാര് കൊടുക്കും? നമ്മൾ കൊടുക്കും. നമ്മൾ തന്നെ ഇനി എല്ലാ ആഴ്ചയിലും വർദ്ധിപ്പിക്കുന്ന വൈദ്യുതി ബില്ലിലൂടെ സാധാരണ ജനം, അതായത് ബിന്ദുവിൻ്റെ വീട്ടിലുള്ളവർ, ഇപ്പം മിഥുൻ്റെ വീട്ടിലുള്ളവർ, അവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കും.
ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. ഇനി പറയുവാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കേ വിനു. എന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പെരുമഴയാണ്, എന്നും അങ്ങ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അതുകൂടാതെ ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 2018 2023 കണക്കുകൾ വെച്ചിട്ട് നാർക്കോട്ടിക് ബ്യൂറോ സെല്ലിന്റെ കണക്കുകൾ വെച്ച് നോക്കുവാണെങ്കിൽ 309% വർധനവാണ് മയക്കുമരുന്ന് പിടിച്ചതിൽ കേരളം കൈവരിച്ചിരിക്കുന്ന 1ാം നമ്പർ സംസ്ഥാനം. അത് ശരി. പഞ്ചാബിനെ അട്ടിമറിച്ചു. ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലായി മാറിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കീഴിൽ. ആദ്യത്തെ മന്ത്രിസഭയിലും അദ്ദേഹം തന്നെയായിരുന്നു, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ഒരു സാധാരണ മലയാളിയുടെ തലക്കടം എന്ന് പറയുന്നത്, ഒരു കടമെന്ന് പറയുന്നത് 2 ലക്ഷം രൂപ. അതായത് ഇന്ന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കടമെന്ന് പറയുന്നത് 2 ലക്ഷം രൂപ. 80% വർധനവാണ് ഡെപ്റ്റിൽ ഉണ്ടായിരിക്കുക. പേഴ്സ് കീറിയിരിക്കുന്ന വകുപ്പാണ് സാമ്പത്തിക വകുപ്പ്. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ. ഇനി വനം വകുപ്പ്. നമ്മൾ വനം വകുപ്പിന്റെ കാര്യം എന്ന് വെച്ചാൽ പാമ്പ് കടി കൊണ്ട് തന്നെ 600 പേരോളം കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് തന്നെ കണക്ക്. എന്താണ് വനം വകുപ്പ് ശരിയാക്കി വെച്ചിട്ടുള്ളത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു. പിന്നെ ഇങ്ങനെയുള്ള ഈ എല്ലാം ശരിയാക്കാൻ വേണ്ടി വന്ന സർക്കാർ ഇങ്ങനെ എല്ലാം കുളമാക്കി വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? നമ്മൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ തീപിടുത്തം ഉണ്ടായി നമ്മൾ മരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് നമ്മൾ മരിക്കും. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, അത് എയ്ഡഡ് ആയാലും ശരി സർക്കാരായാലും ശരി, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൊച്ചിന് പാമ്പ് കടിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ലൈൻ കമ്പി ഷോക്ക് അടിച്ച് നമ്മുടെ കൊച്ചു മരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. റോട്ടിലോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പേപ്പട്ടിയുടെ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല. പേപ്പട്ടി കടിച്ച ആൾക്കാർ പേവിഷബാധയായിട്ട് മരിക്കുന്നുണ്ട്. അതും കുട്ടികളാണ് പേവിഷബാധയായിട്ട് മരിക്കുന്നത്. വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചു. അതായത് ഈ വനാന്തര ഈ മലയോര ഗ്രാമങ്ങളിൽ വീട്ടിൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന അടുക്കളയ്ക്കകത്ത് കയറി വന്നിട്ട് ചവിട്ടി കൊന്നിട്ടാണ് പോകുന്നത്. ആ സമയത്ത് വനം വകുപ്പ് മന്ത്രി ഹിന്ദി പാട്ടും പാടി കൊണ്ട് നടക്കും. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. ഇനി ഇതൊന്നും വേണ്ട. ഇനി പോലീസിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പോലീസ് ആണെങ്കിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നാൽ പോലും വിളിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു കൊല്ലും. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. മഴ മുന്നറിയിപ്പ് തരേണ്ടവരാണെങ്കിൽ അവർ കിടന്നുറങ്ങും. അവർ കിടന്നുറങ്ങിയിട്ട് എന്ത് സംഭവിക്കും? ഈ വെള്ളം എല്ലാം കൂടി ഒലിച്ചു വന്നിട്ട് നമ്മുടെ വീട് ഒഴുകിപ്പോവും. ഇനി ആ വീട് കെട്ടിത്തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം ആയാലും കെട്ടിത്തരത്തില്ല. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. ഇന്നലെ കൊല്ലത്ത് ആ സംഭവം നടന്ന ആ കൊല്ലം ജില്ലയിൽ നമ്മുടെ PWD മിനിസ്റ്ററും ധനകാര്യ വകുപ്പ് മിനിസ്റ്ററും ലൈവ് ഇട്ട് റോഡ് ഷോ നടത്തി. ഏതോ ഒരു ചെറിയ പാലോ റോഡ് എങ്ങാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആ ജില്ലയിൽ. ലൈവും റോഡ് ഷോയും പൂമാലകളും ഒക്കെ ഇട്ട് അതുവഴി നടക്കുമായിരുന്നു. എന്നിട്ട് അവർക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു മന്ത്രി സൂംബ ഡാൻസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് സമയമുണ്ടെങ്കിൽ ഈ വിക്ടിമിന്റെ വീട്ടിൽ പോകും. വിക്ടിമിന്റെ വീട്ടിൽ പോയിട്ട് ജോസഫ് സി മാത്യു സാർ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്കമാണ് ദിയാമണി 5 ലക്ഷമോ 10 ലക്ഷമോ കയ്യിലോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അവരുടെ വാ അടപ്പിക്കും. എന്താ ആ പ്രതീക്ഷയും തകർന്നു. എന്നിട്ട് അവരെ അങ്ങ് ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ പാർട്ടി ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പുരാണത്തിലുള്ള ധൃതരാഷ്ട്ര ആലിംഗനം പോലെയാ. പിന്നെ കുറെ കുമാറുമാരുണ്ട് കേരളത്തിൽ, കുറെ കുമാറുമാർ. ഞാൻ പേര് പറയുന്നില്ല, കുമാറുമാർ തന്നെയാണ് അവരുടെ സർനെയിമിലുള്ളത്. ഇവരെല്ലാം ലോഡ് കണക്കിന് ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. പണ്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ലേ, ആന്റണിയുടെ സമയത്ത് അങ്ങനെ സംഭവിച്ചില്ലേ, ഇതങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.